സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയറൂരി വിടുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുകയാണ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി ചെല്ലുമ്പോൾ അത് തള്ളിക്കളയാൻ, അത് പരിപൂർണമായി അത് തിരസ്കരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനോടകം തന്നെ മധ്യപ്രദേശിൽ 3 രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വന്നു. അതിൽ സ്വാഭാവികമായും MLA-മാരുടെ കണക്കെടുത്താൽ 63ഓളം MLA-മാരുള്ള കോൺഗ്രസിന് 1/3 ഒരു സീറ്റ് അവർക്കുള്ളതാണ്. അവർക്ക് ജയിക്കാൻ സ്വാഭാവികമായും അവകാശമുള്ള, അവർ ജയിക്കേണ്ടിയിരുന്ന സീറ്റാണ്. അവിടെയാണ് മീനാക്ഷി നടരാജൻ പരാജയപ്പെടുന്നത്. അവർ അയോഗ്യയാണ് എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പ്രസ്താവിച്ചു. അവർ അങ്ങനെ മത്സരിക്കാൻ പ്രാപ്തയല്ല എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി. അവരങ്ങനെ അവരുടെ നാമനിർദ്ദേശക പത്രിക തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹർജി തള്ളിക്കളയുന്ന രീതി ഉണ്ടായി. ഇതിനെതിരെ ഇപ്പോൾ മുൻ ജസ്റ്റിസുമാർ, ചീഫ് ജസ്റ്റിസുമാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസിന്റെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ള നിലപാടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പൊ BJPക്ക് സുപ്രീം കോടതിയുടെ നടത്തിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ സുപ്രീം കോടതി പരമാധികാരത്തിന്റെ സംബന്ധിക്കുന്ന വിഷയത്തെ കുറിച്ചോ ഒന്നും പറയണ്ട. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും ഇപ്പോൾ സ്വന്തം അധികാര പരിധിയെ കുറിച്ച് നല്ല വ്യക്തതയും ധാരണയും ഉണ്ടാകാമല്ലേ എന്നാണ് പരസ്യമായി പൊതുജനം കളിയാക്കി ചോദിക്കുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ സഞ്ജയ് ഖന്ന ഇരുന്നപ്പോഴും അതുപോലെ BR ഗവായി ഇരുന്നപ്പോഴുമാണ് രാഷ്ട്രപതിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതായത് പലരും പല സ്ഥാനത്തേക്ക് കയറിയിരിക്കുമ്പോഴാണ് ചിലർക്ക് അസാധ്യമായിട്ടുള്ള അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ദ്രൗപദി മുർമുവിന് അങ്ങനെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത് സഞ്ജയ് ഖന്നയും BR ഗവായിയും ഒക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ ജുഡീഷ്യറിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിരുന്നപ്പോഴാണ്. സുപ്രീം കോടതി ഇപ്പോൾ BJPയുടെ കസ്റ്റോഡിയനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുൻ ജസ്റ്റിസുമാർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതായത് ഭരണഘടനയുടെ കസ്റ്റോഡിയൻ ആകുന്നതിന് പകരം BJPയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും കസ്റ്റോഡിയനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലാണ് പോകുന്നത്. അതായത് BJPക്ക് ദേശീയ അധ്യക്ഷൻ ഉണ്ടെങ്കിലും ദേശീയ അധ്യക്ഷൻ വെറും പടം മാത്രമാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴും ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനേഷ് കുമാർ ഓരോ സംസ്ഥാനങ്ങളും BJPയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നു. അമിത്ഷാ പറയുന്നത് പോലെ കേൾക്കുന്നു. ഓരോ നടപടിക്രമങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം കോടതിയിൽ നീങ്ങുമ്പോൾ കോടതി അതിനെ പരിഹസിക്കുന്നു, പുച്ഛിച്ചു തള്ളുന്നു. കോടതി ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ നോക്കി പുച്ഛിക്കുന്നു. പഞ്ചപുച്ഛമാണ്. ഈ കാര്യങ്ങളിലൊക്കെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ ഈ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രക്ഷോഭം വന്നു. അതിനെതിരെ RSS നേതൃത്വം കലാവക്കൊടി നാട്ടുന്ന രീതിയിലുള്ള മറുപടിയും കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അഭിജിത് ദീപ്കയെ കയ്യേറ്റം വരെ ചെയ്തിരിക്കുന്നു. ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു.